ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കഞ്ചിക്കോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും അധികൃതർ അലംഭാവം തുടരുന്നതായി പരാതി. കഞ്ചിക്കോട് അസിസി സ്കൂൾ ഗ്രൗണ്ടിലും കാട്ടാനയെത്തി. കഴിഞ്ഞ രാത്രി 1:30 കാട്ടാന കഞ്ചിക്കോട് അസിസി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയതായുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മൂന്നാം തവണയാണ് സ്കൂൾ വളപ്പിൽ കാട്ടാനയെത്തുന്നത്. ജനവാസ മേഖലകൾ താണ്ടി ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന അസിസി സ്കൂൾ വളപ്പിൽ കാട്ടാനയെത്തുന്നത് ഭയാനകമാണ്. മുമ്പ് കാട്ടാനയെത്തിയപ്പോൾ അധികാരികളോട് കാര്യങ്ങൾ അറിയിച്ചതായും എന്നാൽ നടപടികൾ പ്രായോഗികമല്ലെന്നും അസിസി മദർ മെറിറ്റ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ആന വന്നപ്പം നമ്മൾ പഞ്ചായത്തിൽ ഇൻഫോം ചെയ്തു, ഫോറസ്റ്റിൽ ഇൻഫോം ചെയ്തു. എല്ലാ ചാനലുകാരും ഇവിടെ വന്ന് ആവശ്യത്തിന് ഫോട്ടോ എടുത്തു പോയി. എന്നിട്ട് ഞങ്ങൾ ഒരു വില്ലേജ് ഓഫീസറിനെ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കളക്ടറെ പോയി കണ്ടു. കളക്ടറെ കണ്ടില്ല, അടുത്ത ഒരാളെ കണ്ടിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു 3 സെക്യൂരിറ്റിമാരെ, വാച്ച്മാൻമാരെ തോക്ക്, പടക്കം ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 2 ദിവസം ഒരു 2 പടക്കം ഞങ്ങൾ കേട്ടു. പിന്നെ അതിനുശേഷം അവരുടെ പടക്കമൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്കിപ്പം തീർച്ചയായിട്ടും ഇത്രയും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഇവിടെ വരുമ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരു ആശങ്കയാണ് ഇവിടെ എങ്ങനെ ജീവിക്കാമെന്ന് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയില്ലായിരുന്നു, അടുത്ത് വരെ എത്തിയായിരുന്നുള്ളൂ, മുറ്റത്തേക്ക് കയറിയില്ല. ഇപ്പം ഗ്രൗണ്ടിലും അതുപോലെ ജലസംഭരണിയിലും ഒക്കെ ആന കയറിയിട്ടുണ്ട്. അപ്പം നല്ല നാശനഷ്ടങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ നീക്കം ഇവിടെ. അപ്പോൾ അതോറിറ്റീസ് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാണെങ്കിലും ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. അല്ലാതെ എന്നും ഇങ്ങനെ ആന വരിക, കയറി ഇറങ്ങി പോവുക, ഇനി ഞങ്ങൾക്കൊരു തൃപ്തിയും ഇല്ല. തുടർച്ചയായി പ്രദേശത്തെത്തുന്ന കാട്ടാനകളെ കാട് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ PB ഗിരീഷ് പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.